നടൻ സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പെന്ന് കണ്ടെത്തൽ. അന്വേഷണം മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തും. നടൻ സൗബിൻ ഷാഹിറിൽ നിന്ന് വിശദീകരണം തേടും. വിവരങ്ങളുമായി കിരൺകുമാർ ഒപ്പം ചേരുന്നു. കിരൺകുമാർ, ഈ സിനിമയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ 60 കോടിയുടെ നികുതി വെട്ടിപ്പ് എന്ന് കണ്ടെത്തുന്നു. സ്വാഭാവികമായും വരുമാനം കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇന്നലെയാണ് സൗബിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ പറവയിലടക്കം ഇന്നലെ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ക്രമക്കേടുകളെ തുടർന്നായിരുന്നു ഈ പരിശോധന ഉണ്ടായിരുന്നത്. നേരത്തെ ഇതിന്റെ നിർമ്മാതാവായിട്ടുള്ള ആലപ്പുഴ അരം സ്വദേശി സിറാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും പിന്നീട് ഇ ഡി ഈ കേസിൽ തുടർ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇ ഡി സൗബിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. നേരത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഈ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും പരിശോധന ഉണ്ടായിരുന്നത്. 7 കോടി രൂപയാണ് സിറാജ് സിനിമക്കായിട്ട് നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ 22 കോടിയാണ് ചിത്രത്തിന്റെ ആകെയുള്ള മുടക്ക് മുതൽ എന്നായിരുന്നു ഈ മറ്റ് നിർമ്മാതാക്കളെല്ലാം തന്നെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പണം തട്ടുകയുണ്ടായി എന്നുള്ളൊരു പരാതിയാണ് ഈ സിറാജ് മുന്നോട്ട് വെച്ചിരുന്നത്. മാത്രമല്ല സിനിമയുടെ ലാഭവിഹിതം പോലും ഇദ്ദേഹത്തിന് നൽകിയില്ല എന്നടക്കമുള്ള പരാതി ഇദ്ദേഹം നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത് വഞ്ചന, ഒപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു കേസെടുത്തിരുന്നത്. ഏതായാലും ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി ഇദ്ദേഹത്തിന്റെ സൗദിന്റെ വീട്ടിലും ഒപ്പം തന്നെ ഓഫീസിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ആദായ നികുതി വകുപ്പ് സൗദിനെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടൻ സൗബിൻ ഷാഹിറിൽ നിന്ന് വിശദീകരണം തേടും. അന്വേഷണം മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് 60 കോടിയുടെ തട്ടിപ്പ് പറവ ഫിലിംസ്, സൗബിൻ ഷാഹിർ ഉടമയായുള്ള പറവ ഫിലിംസ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ.